കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് മിനി മീഡിയ വണ്ണോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും വലിയ ജനകീയ സമരമായി വിശേഷിക്കപ്പെട്ടത് ആശമാരുടെ സമരമാണ്. ഇപ്പോൾ 102 സീറ്റ് നേടി UDF അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളുടെ പങ്ക് എന്താണ് നിങ്ങൾക്ക് അവകാശപ്പെടാനുള്ളത്? നിലവിലുണ്ടായിരുന്നൊരു ഗവൺമെൻറ് തൊഴിലാളി വിരുദ്ധ ഗവൺമെൻറ് ആണെന്ന് തെളിയിച്ചൊരു സമരം കൂടിയാണ് ആശാ സമരം. സ്ത്രീകൾ നടത്തിയൊരു പ്രക്ഷോഭമാണ്, വളരെ ജനകീയ സ്വഭാവത്തിൽ നടന്നൊരു പ്രക്ഷോഭമാണ്. അതിനെ അടിച്ചമർത്താനും ഇല്ലാതാക്കാനും ശ്രമിച്ചൊരു ഗവൺമെൻറ്റാണ്. ആ ശ്രമങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആ സമരം അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണെന്ന് ഉറപ്പിക്കുന്ന അവർക്കത് വർദ്ധിപ്പിക്കേണ്ടി വന്നൊരു സമരം തന്നെയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിനകത്തും ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്തിയതിനകത്തും ആശാവർക്കർമാരുടെ സമരം ഒരു നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. ഒരു വർഷത്തോളം നീണ്ടിരുന്ന സമരമായിരുന്നു. അന്നത്തെ പ്രതിപക്ഷം നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുക മാത്രമല്ല, അടുത്ത സർക്കാർ UDF സർക്കാർ വരികയാണെങ്കിൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഇതിലൊരു തീരുമാനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ തീരുമാനത്തെ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞങ്ങളുടെ സമരത്തെ കേരളത്തിലെ മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടി ഒഴിച്ചുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും മറ്റ് ഇതര സംഘടനകളും ഞങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്. അതിനകത്ത് UDF വളരെ പ്രത്യേകമായി അന്ന് യോഗം ചേരുകയും അടുത്ത ഗവൺമെൻറ് UDF ആണ് വരുന്നതെങ്കിൽ ആദ്യ ക്യാബിനറ്റിൽ തന്നെ ആശമാരുടെ ഓണറേറിയം വർധനവ് തീരുമാനമുണ്ടാകുമെന്നും ഞങ്ങളുടെ സമരപ്പന്തലിൽ വന്ന് UDF കൺവീനറും അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനും മറ്റ് ഇതര നേതാക്കളും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളും വന്ന് പലതവണ പ്രഖ്യാപിച്ചിരുന്നു. ഞങ്ങൾ തീർച്ചയായിട്ടും അത് പ്രതീക്ഷിക്കുകയാണ്. കാരണം അത് ന്യായമായൊരു ആവശ്യമാണ്, അതൊരു അന്യായമല്ല, ആ ന്യായമാണ്. ആ ന്യായമായ ആവശ്യം പരിഗണിക്കുമെന്ന് അന്നത്തെ പ്രതിപക്ഷ പാർട്ടി അത് പറഞ്ഞതിനെ ഞങ്ങൾ വളരെ സ്വാഗതം ചെയ്തിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പുതിയ സർക്കാരിൻ്റെ ഭാഗത്തും അങ്ങനെ തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ സമരങ്ങൾ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഏതൊരു പാർട്ടി അധികാരത്തിലിരിക്കുന്നുള്ളൊരു വിഷയമേ അല്ല. ഡിമാൻഡുകൾ ന്യായമാണെങ്കിൽ, ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ജെന്യൂനാണെന്നുണ്ടെങ്കിൽ അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതുകൊണ്ട് ഈ ഗവൺമെൻറ് പരിഗണിക്കാതെ വരുന്നൊരു പ്രശ്നമേ ഉദിക്കുന്നില്ല. കാരണം ഇവിടെ വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ആശാസമരം കൂടി ആയിരുന്നു എന്ന് കേരളം മുഴുവൻ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും പരിഗണിക്കുന്നില്ലെങ്കിൽ പ്രക്ഷോഭം നടത്തുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. കോൺഗ്രസിനകത്ത് UDFനകത്ത് മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ തവണത്തെ പ്രതിപക്ഷ നേതാവിന് സ്വാഭാവിക ചോയ്സാണ് എന്നുള്ള തരത്തിൽ പൊതുവികാരമുണ്ട്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനുള്ളിലുള്ള വികാരം KC വേണുഗോപാലിനാണ്. ഒരു പ്രതിപക്ഷ സമരം നയിച്ച എന്ന നിലയിൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സിന് ഈ ഒരു ചർച്ചയിൽ, ഇപ്പോൾ നടക്കുന്ന മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായമോ നിർദ്ദേശമോ വെക്കാനുണ്ടോ? ഞങ്ങൾ ആ വിഷയത്തിൽ അഭിപ്രായം പറയേണ്ട ആളുകളാണെന്ന് വിചാരിക്കുന്നില്ല. കാരണം അത് ആ ഒരു UDFൻ്റെ സമിതിക്കുള്ളിൽ നടക്കേണ്ടുന്ന ചർച്ചയാണ്, അവരുടെ തീരുമാനമാണ് വരേണ്ടുന്നത്. അത് അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരു ജനകീയ സംഘടനയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പൊതുജന അഭിപ്രായ സമരങ്ങൾ, സമൂഹ മാധ്യമങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നിൽക്കുന്നുണ്ട്. ആ അർത്ഥത്തിലും ഒരു അഭിപ്രായമില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടത് സമൂഹ മാധ്യമങ്ങളിലല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. കാരണം അത് തീരുമാനിക്കേണ്ടത് അതത് കമ്മിറ്റികളാണ്. ഇപ്പോൾ UDFൻ്റെ നേതൃത്വമാണ് അത് തീരുമാനിക്കേണ്ടത്. അത് മറ്റേതെങ്കിലും ഒരു പ്രസ്ഥാനമോ പാർട്ടിയോ പറയേണ്ടതൊരു അഭിപ്രായമല്ല. അത് അവർക്ക് പരിഗണിക്കുന്നതിന് പല വിഷയങ്ങളുണ്ടാകാം. തീർച്ചയായിട്ടും ഏറ്റവും ഉചിതമായ ജനവികാരം മാനിച്ചുകൊണ്ട് കൂടി ആയിരിക്കണം അവരെടുക്കേണ്ടതെന്നൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. ജനങ്ങളുടെ അഭിപ്രായത്തെയും വികാരത്തെയും മാനിക്കുന്നതാകണം ഏറ്റവും ഉചിതമായ തീരുമാനമായിരിക്കണം എടുക്കേണ്ടത്. അതിനും അപ്പുറത്തേക്ക് ആരെ തീരുമാനിക്കണമെന്ന് പറയാനുള്ള അഭിപ്രായം ഞങ്ങൾക്ക് തൽക്കാലമില്ല. 102 സീറ്റുമായി UDF അധികാരത്തിലെത്തിയതിൽ തങ്ങളുടെ സമരവും വലിയ പങ്ക് വഹിച്ചു എന്നാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പറയുന്നത്. UDFന് മുന്നിൽ, അന്നത്തെ പ്രതിപക്ഷത്തിന് മുന്നിൽ വെച്ച തങ്ങളുടെ ആവശ്യം ഈ സർക്കാർ പരിഗണിക്കും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ക്യാമറ പേഴ്സൺ സാദിഖ് പാറക്കലിനൊപ്പം സഫാൻ VP, മീഡിയ 1, തിരുവനന്തപുരം.